ഇന്ന് പിന്നെ കുറേ കാലമായി വീട്ടിനകത്തിരിക്കുക. വർക്ക്, യൂണിവേഴ്സിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി തിരക്കായി പോയതുകൊണ്ട് നമുക്കിന്ന് അവധിയാണ്, വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഓൾറെഡി എനിക്ക് നാട്ടിൽ വെച്ച് അക്വേറിയം, പെറ്റ്സ്, ഫിഷ് അതൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ കാണാനും വളർത്താനും. നാട്ടിലേക്ക് എനിക്ക് ഒരുപാട് വളർത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാനങ്ങനെ വളർത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ തൊട്ടടുത്തൊരു അക്വേറിയം ഉണ്ട്. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബസ്, ഒരൊറ്റ ബസ് പോയാൽ നമ്മൾ വീണ്ടും അടുത്തുനിന്ന് ഒരു ബസ് എടുത്ത് ജസ്റ്റ് പോയാൽ മാത്രം മതി, അതിനടുത്ത് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ഇന്ന് ബസ് എടുത്ത് അക്വേറിയത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ് ഇവിടെ കിടപ്പുണ്ട്. ഇതിൽ ഫ്രണ്ടിൽ കിടക്കുന്ന ബസ്സാണ് കേട്ടോ. അതിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പോകും. അത് കഴിഞ്ഞ് 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ആ സെക്കൻഡ് ബാക്കിൽ കിടക്കുന്ന ബസ് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ബസ്സിൽ കയറാം. അവിടെ നിന്നൊരു മാക്സിമം 30 മിനിറ്റ് മാത്രമേ ട്രാവൽ ഞാൻ നോക്കിയപ്പോൾ കാണിച്ചുള്ളൂ ഗൂഗിളിൽ. അപ്പോൾ അതിൽ കയറി പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു 6 to 10 മിനിറ്റ്സ് വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അക്വേറിയത്തോടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബിക്കോസ് ചില അക്വേറിയങ്ങളിൽ ഈ മറ്റേ സ്പൈഡേഴ്സും സ്നാക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ പാമ്പും പരിപാടികളൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ചോദിച്ചു നോക്കാം അവിടെ എന്തായാലും ചെന്നിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് കിടന്ന ബസ്സിലോട്ട് എത്തി. അതിപ്പോൾ എനിക്ക് എടുക്കുമെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് അത് സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് ഞാൻ വന്നത്. കറക്റ്റ് ടൈമാണ്. അപ്പം ജസ്റ്റ് ഒരു വെയിറ്റ് ക്യൂ ഉണ്ട്. നമുക്ക് ഇതേപോലെ വോയിസ് വെച്ചിട്ട് ടാപ്പ് ചെയ്യണം. നമുക്ക് മുകളിലത്തെ സീറ്റ് പോകാം. അപ്പോൾ നമുക്ക് നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടും. മുകളിൽ ഫ്രണ്ട് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല അങ്ങനെ നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി. ഗൈസ്, ഈ പോകുന്ന വഴി ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്ക് ഈ രണ്ട് സൈഡ് നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി വീടുകൾ. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ആ ഒരു കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഈ മതിൽ കെട്ടി അല്ലെങ്കിൽ വേലി കെട്ടിയിട്ടൊക്കെ വീട് തിരിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു വിൻറ്റേജ് കാർ കിടപ്പുണ്ട്. ഗൈസ്, ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് കറക്റ്റ് എല്ലാ വീടുകളും ഇതുപോലെ മതിൽ കെട്ടി ഗേറ്റ് കെട്ടി സെപ്പറേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വീടിൻ്റെ അകത്തും നല്ല അത്യാവശ്യം നല്ല ലക്ഷറി കാസും അതൊക്കെ. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് നോക്കി ആ വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഫോണിൽ എത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. കണ്ടില്ലേ, ഒരു അവിടെ കുന്നും മല എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് തിരിഞ്ഞാണ് പോകുന്നത്. ഇവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ഈ ഡിസബിലിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഗൈഡ് ചെയ്യുന്ന ഡോഗ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ ഈ ഒരു പാർക്ക് നമ്മൾ ഒരിക്കൽ വന്നിട്ടുള്ള സ്ഥലം. ഈ ഒരു ചെറിയ പാർക്കും അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിലുള്ള ഡക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഇവിടെ പ്രാവ് സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അത് നമ്മളിത് ഫുഡൊക്കെ വന്നെടുക്കും. പിന്നെ അത് ചർച്ചുണ്ട്. അതൊരു ട്രഡീഷണൽ പഴയ ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ചർച്ച് പോലത്തെ. നമ്മുടെ സ്റ്റോപ്പ് എത്തിയിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാം. അയ്യോ, ഫൈനലി നമ്മൾ ബസ്സിൽ നിന്ന് ഇറക്കിയിരിക്കുക. ഇനി നമുക്കൊരു ഏകദേശം ഒരു 10-15 മിനിറ്റ് നടക്കണം. ഇപ്പോൾ ഇവിടെ താഴെ ചെന്നിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഈ ഒരു ഹൈവേ ഉണ്ടല്ലേ, അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ആക്ച്വലി പോകാനുള്ളത്. അപ്പം ഈ ഒരു വളവ് കഴിഞ്ഞ ഉടനെ ഒരു അണ്ടർഗ്രൗണ്ട് വേ ഉണ്ട്. അതുവഴി ഈ ഹൈവേ കടന്ന് നമുക്ക് പോകണം. നമ്മൾ ഇവിടെ എത്തി ഈ പയ്യെ ഈ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് കണ്ടില്ലേ, ഇത് ഇറങ്ങിയിട്ട് ഈ സബ്വേക്കകത്ത് ഉറപ്പുണ്ട്. ഇത് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നത് കണ്ടില്ലേ. അപ്പോൾ അതാണ് വേ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ അകത്തൂടെ നമുക്ക് ഈ ഹൈവേയുടെ അടിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കൂടെ കയറിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ഇങ്ങ് അറ്റം തൊട്ട് അങ്ങ് അറ്റം വരെ ഒരു വലിയ ടണലായിരിക്കും മിക്കവാറും. വേറെ വളവോ തിരിവോ ഒന്നും കാണത്തില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഗൈസ്, അങ്ങ് അറ്റം വരെ ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഈ ടണൽ ഫുൾ എത്തി. ഇനി നമുക്ക് ഇങ്ങോട്ട് വേണം പോകാനായിട്ട്. ഇവിടെ നിന്നൊരു ഇനിയൊരു 3 മിനിറ്റോ 4 മിനിറ്റ് എങ്ങാണ്ട് വാക്ക് കാണിക്കുന്നത്. ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാപ്പിൽ നോക്കിയപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാനാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. നമ്മൾ അവിടെ നിന്ന് നേരെ വന്ന് ഇതാണ് നമ്മുടെ അക്വേറിയം. ഇവിടെ ഫിഷും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് അക്വാട്ടിക്സ് അനിമൽസും കാര്യങ്ങളൊക്കെ, അതായത് സ്നേക്ക്, സ്പൈഡർ, ഇഗ്വാനാസ് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് അതിൻ്റെ അകത്ത് കയറി പെർമിഷൻ ചോദിച്ചു നോക്കണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തു വന്നു. ഗൈസ്, അങ്ങനെ ഇതാണ് കട. അപ്പോൾ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വീഡിയോയും ഫോട്ടോ റെക്കോർഡിങ് ചെയ്തുകൂടാന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചെന്ന് പെർമിഷൻ ചോദിച്ചു. പുള്ളി നൈസാണ്, നല്ല വൈബ, ഒരു വെള്ളക്കാരനാണ്, നല്ല കമ്പനിയാണ് പുള്ളി. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, വീഡിയോ എടുത്തു, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോരോ സംഭവങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സോട്ടിക് അനിമൽസ് ആയതുകൊണ്ട് കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ ഓരോ സാധനത്തിനകത്തും ഓരോന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഒരു അത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തൊടാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ ചോദിച്ചേ പറ്റും. ഇവിടെ പല സ്ഥലങ്ങളും അതുപോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടുത്തെ ചോദിച്ചാൽ മതി. മിക്കവാറുള്ള ആൾക്കാർ സമ്മതിക്കും. അങ്ങനെ വേറെ സീനോ കാര്യങ്ങളൊന്നും ഉള്ളതല്ല. അയ്യോ, ഞാൻ കണ്ടില്ല. ഇതാണ്ടൊരു പാമ്പാണിത്. കുഞ്ഞല്ല, ഇത്തിരി വലുതാണ്.
അത്യാവശ്യം എൻ്റെ അത്ര നീളമുണ്ടെന്ന് തോന്നുന്നു. അതിന് കുളിക്കാനും കുടിക്കാനൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു. ഒരു ചെറിയ ബേസണിൽ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഇത് ആക്ച്വലി ഇതിന് ഫുഡായിട്ട് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈച്ച പോലത്തെ എന്തോ ഒരു സംഭവം കാണാൻ പറ്റും. പല കളറിലൊക്കെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട. ആക്ച്വലി ഇത് ലൈവാണ്. മിക്കവാറും ഈ പറയുന്ന പാമ്പും അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഫുഡായിട്ട് കൊടുക്കുന്നത്. ഇവിടെ കുറച്ച് പുഴുക്കളൊക്കെ കാണാൻ പറ്റും. എനിക്കൊണ്ട് ഇതിൻ്റെ പ്രൈസ് ഇവിടെ എഴുതിയിട്ടില്ല. നമുക്ക് പറ്റുവാണെങ്കിൽ പുള്ളിയെടുത്ത് ഒന്ന് ചോദിച്ച് നോക്കാം. അതുപോലെ തന്നെ അതിനാവശ്യമുള്ള ഫുഡ്, മെഡിസിൻ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് സംഭവം. ഇതിൻ്റെ ഫുഡാണ് നിങ്ങൾ കണ്ടോ, ദോ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ടല്ലേ, ഈ രണ്ടെണ്ണം ഇതിൻ്റെ ഫുഡാണ്. ഇതിന് വിശക്കുമ്പോഴത്തേക്ക് ഇത് പിടിച്ച് തിന്നു വിടുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ പ്ലാന്റ്സ് എനിക്ക് തോന്നുന്നു ഫേക്കാന്ന് തോന്നുന്നു. പക്ഷെ ഇത് രണ്ട് റിയൽ പ്ലാന്റ്സാണ്. നമ്മുടെ നാട്ടിലൊരു മണി പ്ലാന്റ് പോലെ എനിക്ക് തോന്നുന്നു, അത് തന്നെ തോന്നുന്നു. ഇതിനകത്ത് ഇതാണ്ടോ, ഇത് ആക്ച്വലി എന്താണെന്ന് എനിക്കറിയത്തില്ല. വീട്ടിനകത്തിട്ട് വളർത്തുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതിന് അതിനാവശ്യമുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അക്വേറിയം അല്ലെങ്കിൽ പ്ലാന്റ് ടാങ്ക്സൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ലൈവ് പ്ലാന്റ്സ് കൊണ്ടാണെങ്കിൽ ഇവരിതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ്. കൂടുതൽ ഡെക്കറേറ്റിംഗ് ചെയ്യാനുള്ള സാധനങ്ങളും ഈ പ്ലാന്റ്സ്, ആ കൈസ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കണ്ട ചെടിയുടെ, അത് ഫേക്ക് ചെടിയാണ്, അത് പ്ലാസ്റ്റിക് അതാ ഈ സംഭവം. അപ്പോൾ അതേപോലത്തെ സെയിം സാധനം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ വുഡൻ സംഭവങ്ങളും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ മോഡിഫൈ ചെയ്യുന്നത്. ഇത് മിക്സഡ് ലീഫ്ലെറ്റ്, മേ ബി ഇത് എനിക്ക് തോന്നുന്നു ഈ ഇതേപോലത്തെ അനിമൽസിൻ്റെയൊക്കെ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ലിറ്റർ പോലെ നമുക്ക് ക്യാറ്റ് ലിറ്ററൊക്കെ ഇല്ലേ, ക്യാറ്റിന് ഇട്ട് കൊടുക്കും. ഒരു കൂട്ടിൽ ഒളിച്ച് കിടന്നില്ല സാധനം. അതിനെ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല വലുപ്പമാണ്, കണ്ടില്ലേ, ഒത്തിരി ഉണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെയൊക്കെ കുറച്ച് കിടപ്പുണ്ട്. ഇതൊരു ഇഗ്വാനയാണെന്ന് തോന്നുന്നു, ബ്രീഡഡ് ഡ്രാഗൺ. നമ്മളെ നാട്ടിലൊരു ഇഗ്വാനെ പോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനാവശ്യമുള്ള ലെറ്റ്യൂസും റോക്കറ്റും പിന്നെ ക്യാബേജിൻ്റെയൊക്കെ ലീഫാണെന്ന് തോന്നുന്നു. ഇത് വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് മനുഷ്യനെ കടിക്കത്തില്ലായിരിക്കും. ഓരോ കൂടിനകത്ത് ഓരോ സാധനങ്ങളാട്ടോ. ഇപ്പോൾ ഒന്നിൽ പാമ്പോ ആമയോ, ആമ ഞാൻ കണ്ടില്ല ഇതുവരെ, പക്ഷേ ആ കൂടെ കണ്ട ആമയുടെ കൂട് പോലെ തോന്നിയത്. ഇതിനകത്തല്ല, ഒരു ചെറിയ പല്ലി പോലത്തെ സാധനമാണ്, ഒരു പൈത്തൺ, ബോസ് ആൻഡ് പൈത്തൺസ് എന്നതിനെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, പക്ഷേ വെള്ളവും കാര്യങ്ങളൊക്കെ ഓരോ കൂടിനുണ്ട്. ഇവിടെ ഫുഡ് ഇരിപ്പുണ്ട്, ലൈവ് ഫുഡാണ്, അത് അനങ്ങുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. ഗൈസ് നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ അത് നമ്മൾ മുട്ടയിൽ നിന്നൊക്കെ വിരിഞ്ഞ പല്ലിക്കുഞ്ഞിനെ പോലെ ഒരു ട്രാൻസ്പെയറൻറ്റ് കളറിൽ ഇരിക്കുന്നു. ഇത് ടൈപ്പ് ഓഫ് ലെപ്പേർഡാണ്. അതുപോലെ തന്നെ ഇവിടെ 2-3 ഇരിപ്പുണ്ട് കേട്ടോ, 1, 2, 3, 4 എണ്ണമൊക്കെ ഇരിക്കുന്നത്. അതിനാവശ്യമുള്ള ഇത്രയും വെള്ളമൊക്കെ മതിയോ 4 പേർക്കും. ഇതിൻ്റെ അത് ഞാൻ ഫുഡൊന്നും കണ്ടില്ല. ഇതുപോലെ തന്നെ മേ ബി അവർക്ക് വാം വെതർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കിട്ടാനായിരിക്കും ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും എല്ലാ സംഭവങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എന്തോ ഒരു ജന്തു അവിടെ ഇരിപ്പുണ്ട്. അതിനാവശ്യമുള്ള ഫുഡ്, ഇതൊക്കെ ലൈവ് ഫുഡാണ്. ഇതൊന്നും ഫേക്ക് അല്ല, എല്ലാം സോറി മറ്റേ ഡെഡോ ഫ്രോസണോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല, ഇതൊക്കെ ലൈവ് ഫുഡുകളാണ്. ഇൻ കേസ് ഈ ഫുഡുകൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഡെഡ് ആവുകയാണെങ്കിൽ അവർ പുതിയതിട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ കണ്ടില്ല, അതേപോലത്തെ പ്ലാസ്റ്റിക് ഡപ്പയിൽ ഇത് വരുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് പുതിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എനിക്കൊന്ന് ഓരോ കൂടിനകത്ത് 2-3 ഒക്കെ ഉണ്ടെന്നു. ഇവിടെ ദോ കിടക്കുന്നൊരു സാധനം നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ പല വേറെ കളറുകളാണ്. ഒരെണ്ണം ഇതിൻ്റെ അകത്ത്, പിന്നെ ഒരെണ്ണം ഇവിടെ. ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയുണ്ട് ഗൈസ്, കാരണം ഫുഡും വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ വാങ്ങിക്കണമെങ്കിൽ ഇതേപോലത്തെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇതിൻ്റെ അകത്ത് അവർ തന്നെ കൂടെല്ലാം സെറ്റ് ചെയ്ത് സാൻഡും പ്ലാന്റും നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ വുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതെല്ലാം അവർ വച്ച് നമുക്ക് റെഡിയാക്കി തരും. പൈസ ഒക്കെ വന്നിട്ട് എങ്ങനെ വരും, 200 pounds ആ റേഞ്ചൊക്കെ വരും. ഗൈസ് ഇവരാണ് ഇതിൻ്റെ ഓണേഴ്സ്. വാട്ട്സ് നെയിം? സാൻഡേ. വാട്ട്സ്? ജോൺ. അതുപോലെ തന്നെ ഇവരുടെ ഒരു പെറ്റാണ് ഡോളി പോർട്ടൽ. അപ്പോൾ അതിനൊന്ന് ഫേമസ് ആക്കാനും റിച്ച് ആക്കാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് അവരെ എടുക്കുന്നത്. ഇത്തിരി ആൾ ഷൈ എന്ന് അവർ പറയുന്നത്, അതുകൊണ്ട് അവൻ്റെ കൂട്ടി തന്നെ കയറി കിടക്കുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. ഇതുപോലെ ഈ സ്പൈഡറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ലെപ്പോഡോ എന്തെങ്കിലുമൊക്കെ UK ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷൻ ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വിളിച്ച് എൻക്വയറി ചെയ്യാം, അവർ ഹോം ഡെലിവറി ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കൂടും കാര്യങ്ങളൊക്കെ ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ, നല്ല ആൾക്കാർ. നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ഫിഷിൻ്റെ സ്ഥലമുണ്ട്, നമുക്ക് അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇത് രണ്ട് ആക്ച്വലി ഒന്നല്ല, ഇത് എക്സോട്ടിക് അനിമൽസ്, അത് ഫിഷുമാണ്, പക്ഷേ ഇത് ചേർന്നിരിക്കും. ഓക്കെ, നമ്മൾ അവിടെ കയറി ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നെക്സ്റ്റ് വീക്കിൽ ഒരു ഡേ പോകാനായിട്ട്. നമുക്ക് നോക്കാം, നെക്സ്റ്റ് വീക്ക് നമ്മൾ ഫ്രീ ആണെങ്കിൽ നമ്മൾ എന്തായാലും വരും. ഒരു ദിവസം നോക്കിയിട്ട് ഒരു വിളിച്ച് ചോദിച്ചിട്ട് വരേണ്ടി വരും. ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുക.
ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് സ്ട്രാറ്റ്ഫോർഡൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരുന്നു. അപ്പം നൈറ്റത്തിൽ കുറച്ച് പരിപാടികൾ ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലെത്തണം. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നൊരു അവസാനമായിട്ടൊരു ചെറിയ ഷോർട്സ് ഇട്ട് എനിക്ക് തോന്നുന്നു ഡിസംബറിലാണ്. അതിന് മുമ്പ് വീഡിയോ ഇട്ട് എനിക്ക് 1.5 വർഷത്തിനടുത്ത് കൂടുതലായിട്ടുണ്ട്. കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഓക്കെ, ബൈ.